നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ചു. എടമുട്ടത്തെ പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ പൊളിച്ച് മോഷണ ശ്രമം. യുവാവ് അറസ്റ്റിൽ. ഗുരുവായൂർ കോട്ടപ്പടി മേഖലയിൽ ദിവസങ്ങളായി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പേവിഷബാധ ലക്ഷണമുള്ള തെരുവ് നായയെ പിടികൂടി. ചേലക്കര മേപ്പാടത്ത് അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിയ കുട്ടികളെ ഫയർഫോഴ്സ് എത്തി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. വാർത്തകൾ വിശദമായി. നിയമസഭാ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തുരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായേക്കാവുന്ന കുറ്റകൃത്യങ്ങൾ വളരെ വേഗം കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായാണ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഡ്രോൺ ക്യാമറ നിരീക്ഷണം ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം SHO KP ബിജു, SI പത്മരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കയ്പമംഗലം ബീച്ച് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ദുഃഖവെള്ളി ആചരിച്ചു. പീഡാനുഭവ തിരുകർമ്മങ്ങൾക്ക് റവറന്റ് ഫാദർ ചെറിയാൻ മുഖ്യ കാർമ്മികനായി. സ്ലീവ വന്ദനം, കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര ചുംബനം, കയ്പുനീര് സ്വീകരിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു. ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനായി അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാക്കും? എൻ്റെ പിതാവ് എനിക്ക് തന്ന കാസ് ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം യേശു ആ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഒരു കവർച്ചക്കാരനെ ഞാൻ എല്ലാ ദിവസവും. ചാലക്കുടി പോട്ടാട്ട് ജംഗ്ഷനിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വയോധികൻ മരിച്ചു. പോട്ടാട്ട് സ്വദേശി പതിയാമ്പറമ്പിൽ 70 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി കുളങ്ങര മുറ്റത്ത് മണിയുടെ മകൻ 26 വയസ്സുള്ള കൃഷ്ണഭഗത്താണ് മരിച്ചത്. കഴിഞ്ഞ മാർച്ച് 9 കുണ്ടായിലായിരുന്നു അപകടം. എടമുട്ടത്തെ പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ പൊളിച്ച് മോഷണ ശ്രമം. യുവാവ് അറസ്റ്റിൽ. എടമുട്ടത്തെ പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം നടത്തുന്നതിനായി അതിക്രമിച്ചു കയറി സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ പൊളിച്ച് 15,000 രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് അറസ്റ്റ്. വലപ്പാട് വട്ടപ്പരത്തി കാരേപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിതിൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസിലും 7 അടിപിടി കേസിലും കാപ്പ നിയമപ്രകാരം നാടുകടത്തിയിട്ടുള്ളതും അടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ A, സബ് ഇൻസ്പെക്ടർ എബിൻ CN, GSI സാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ മൻസൂർ, അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂരിൽ സ്പെഷ്യൽ സ്കൂളിൽ അന്തേവാസി മരിച്ച സംഭവം കൊലപാതകം. സ്ഥാപനത്തിലെ കെയർ ടേക്കർ പിടിയിൽ. പാലക്കാട് വടക്കുംചേരി കണ്ണമ്പ്ര സ്വദേശി ചള്ളിപ്പറമ്പിൽ വീട്ടിൽ 35 വയസ്സുള്ള ശ്രീനാഥാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിലെ കെയർ ടേക്കറായ തിരുവനന്തപുരം വെട്ടുതുറ പുതുവേൽ പുത്തൻ വീട്ടിൽ മഹേഷ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ജനുവരി 10 മുതൽ ഈ സ്ഥാപനത്തിൽ താമസിച്ചു വരികയായിരുന്ന ശ്രീനാഥിനെ ഏപ്രിൽ 1 രാവിലെയാണ് മുറിയിൽ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും തുടർന്ന് നടത്തിയ ഇൻക്വസ്റ്റ് നടപടികൾക്കിടെ ശരീരത്തിൽ ഉരഞ്ഞ പാടുകൾ കണ്ടെത്തിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് HOD ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണത്തിലെ ദുരൂഹത പുറത്തുവന്നത്. സ്പെഷ്യൽ സ്കൂളിലെ കെയർ ടേക്കറായ പ്രതി മരണപ്പെട്ട ആളെ വടികൊണ്ടും കൈകൊണ്ടും തല്ലിയതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് സംഭവിച്ച ക്ഷതമാണ് മരണകാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്.
മർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന സൂചനയെ തുടർന്ന് കേസിൽ കൊലപാതക കുറ്റം ചുമത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സ്ഥാപനത്തിലെ കെയർടേക്കറായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജോയ്, സബ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, വിവേക്, സെബി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട് ശ്യാം, വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വികാരഭരിതരായി അവർ ഒത്തുകൂടി സഹപ്രവർത്തകരെ യാത്രയാക്കാൻ. വലപ്പാട് ഉപജില്ലയിലെ 8 പഞ്ചായത്തുകളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങാണ് ഏറെ വ്യത്യസ്തമായത്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാലകൃഷ്ണൻ PM, ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസർ രാധ T എന്നിവരും ഈ വർഷം സർവീസിൽ നിന്ന് പടിയിറങ്ങും. യാത്രയയപ്പ് സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അമ്പിളി KV ഉപഹാര സമർപ്പണം നടത്തി. വികസന സമിതി കൺവീനർ ശ്രീജ മൗസമി വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാലകൃഷ്ണൻ PM മുഖ്യാതിഥിയായി. BPC-മാരായ TV ചിത്രകുമാർ, NC പ്രശാന്ത്, HM ഫോറം കൺവീനർ ഷാജി ജോർജ്, വികസന സമിതി കൺവീനർമാരായ സനീഷ് KS, സാദിഖ് MA, സംഘടനാ പ്രതിനിധികളായ ജെന്നി, ഷീബ, ഷാഹുൽ ഹമീദ്, സഗീർ, MA ഫൈസൽ, സീജ, വിരമിക്കുന്ന അധ്യാപകരായ ഡോക്ടർ അനിൽകുമാർ, റീന തോമസ്, C റാണി, VN ജ്യോതി, ജ്യോതി ശ്രീവേണി എന്നിവർ പ്രസംഗിച്ചു. ദേശീയപാത കൊടകരയിൽ ബൈക്കിനു പുറകിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. മരത്താക്കര സ്വദേശി കുട്ടിയാട്ടിൽ വീട്ടിൽ ജിതിനാണ് മരിച്ചത്. പഴയ വൃന്ദാവൻ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഉടൻ കറുകുറ്റിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് കുറുമാലിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. പിക്കപ്പ് വാൻ, കണ്ടെയ്നർ ലോറി, ചരക്ക് ലോറി എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാൻ U-ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറി പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ എതിർദിശയിൽ പോയിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചു. ചരക്ക് ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം പാറയമ്പാടത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് 2 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി സയാൻ ജവാബ്, ചാവക്കാട് സ്വദേശി ജുനൈദ്, അക്കിക്കാവ് സ്വദേശി നിമ്മി എസ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും അക്കിക്കാവിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇടറോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഒന്നാംകല്ല് ഉദയനഗറിൽ മുള്ളൻ പന്നിയെ കൊന്ന് ഇറച്ചിയാക്കാൻ ശ്രമിച്ച 3 പേരെ ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുമരനെല്ലൂർ കവളയിൽ ഗിരീഷ്, OP മോഹനൻ, ചിറ്റണ്ട മണി എന്നിവരെയാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുഴയോരത്ത് വെച്ച് സംഘം കുടുങ്ങിയത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 8 കിലോ തൂക്കം വരുന്ന മുള്ളൻ പന്നിയെയാണ് ഇവർ വേട്ടയാടിയത്. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ തളിക്കുളം പഞ്ചായത്ത് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഗുഡ് മോർണിംഗ് വലപ്പാട് KPCC സെക്രട്ടറി സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, PA ഷൗക്കത്ത് അലി, ഹാറൂൺ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ തളിക്കുളം പഞ്ചായത്ത് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഗുഡ് മോർണിംഗ് വലപ്പാട് KPCC സെക്രട്ടറി സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, PA ഷൗക്കത്ത് അലി, ഹാറൂൺ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ കൺവെൻഷൻ നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. PK ഷാജൻ, PS പ്രദീപ്, TS മധുസൂദനൻ, ശശികല ശ്രീവത്സൻ, KM ജയദേവൻ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചരാകുളത്തിന്റെ വിജയത്തിനായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. ശബരിമല വിഷയത്തിലും സാധാരണക്കാർക്ക് സർക്കാരിനോടുള്ള എതിർപ്പും BJPയുടെ വോട്ടുകളാക്കാൻ പ്രവർത്തകർക്ക് കഴിയണമെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗായത്രി ഹാളിൽ നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു അധ്യക്ഷയായി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു.
ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രോസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. പന്നിത്തടം AEI മന്ത്രവാദി റോഡിന് സമീപം കാർ സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രികരും AEI സ്വദേശികളുമായ സുനിൽ, ശിവദാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരിക്കുന്നതിനു വേണ്ടി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ പുറകിൽ നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരു വണ്ടിയിൽ കെട്ടാവുന്ന കാളകളാണെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. കയ്പമംഗലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എറിയാട് 2ാം വാർഡിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹസൻ. കേന്ദ്രത്തിലും കേരളത്തിലും ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നതെന്നും MM ഹസൻ പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് K കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുൾ റഹിമാൻ കുട്ടി, DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, ബ്ലോക്ക് പ്രസിഡന്റ് PV മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴപ്പാടത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 തവണയായി തീപിടുത്തമുണ്ടായി. പാടശേഖരത്തിൽ സൂക്ഷിച്ച ലക്ഷങ്ങൾ വില വരുന്ന പോളിത്തീൻ പൈപ്പുകൾക്ക് സമീപം തീയെത്തിയത് പരിഭ്രാന്തി പരത്തി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗുരുവായൂർ കോട്ടപ്പടി മേഖലയിൽ ദിവസങ്ങളായി നാട്ടുകാരെ വീതിയിൽ ആഴ്ത്തിയ പേവിഷബാധ ലക്ഷണമുള്ള തെരുവുനായയെ പിടികൂടി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോട്ടപ്പടി ഭാഗത്ത് തെരുവുനായ ആക്രമാസക്തമായി ഓടി നടന്നിരുന്നു. പേവിഷബാധയുടെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിച്ചതോടെ വഴിയാത്രക്കാരും പ്രദേശവാസികളും ആശങ്കരായി. വാർഡ് കൗൺസിലർ നീതു പ്രവീൺ വിവരമറിയിച്ചതിന് അനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, ഷമീർ തൊഴിയൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഏറെ പരിശ്രമത്തിനൊടുവിലാണ് ആക്രമാസക്തനായ നായയെ പിടികൂടിയത്. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ പരിഹാരപാതയിൽ പങ്കെടുത്ത ക്രൈസ്തവ വിശ്വാസികൾക്കായി സൗഹാർദ്ദത്തിന്റെ തെളിനീരു നൽകി ചേരമാൻ ജുമാ മസ്ജിദ്. കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ചേരമാൻ പള്ളി പരിസരത്തെത്തിയപ്പോൾ മഹൽ ചീഫ് ഇമാം ഡോക്ടർ സലീം മദവി, മഹൽ പ്രസിഡന്റ് MA റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ മഹൽ കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളും സ്വീകരിച്ചു. മഹൽ കമ്മിറ്റി കുപ്പിവെള്ളവും വിതരണം ചെയ്തു. ചേലക്കര മേപ്പാടത്ത് അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിയ കുട്ടികളെ ഫയർഫോഴ്സ് എത്തി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. 2 വയസ്സുകാരൻ മുഹമ്മദ് ലബി, 1.5 വയസ്സുകാരി ഹവ ഫാത്തിമ എന്നിവരാണ് അപ്പാർട്ട്മെന്റിൽ അപ്രതീക്ഷിതമായി കുടുങ്ങിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഡോർ ബ്രേക്കർ ഉപയോഗിച്ച് അതിവേഗം വാതിൽ പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു. കൊടകര പൂനിലാർക്കാവ് ദേവസ്വത്തിനു കീഴിലെ കുന്നത്തൃക്കോവിലിലെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ തുക സമാഹരിക്കാനായി ഒരുക്കിയ കൊടകര ഫെസ്റ്റിന് തുടക്കമായി. ചലച്ചിത്ര താരം ഹർഷിത പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E രവീന്ദ്രൻ, വത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെറ്റ് ഷോ, മത്സ്യകന്യകാ ഷോ, കൺസ്യൂമർ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, കാർഷിക വിപണന പ്രദർശനമേള, ഫാമിലി ഗെയിം എന്നിവ ഉൾപ്പെടുത്തിയാണ് കൊടകര ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 3 മുതൽ 13 വരെയാണ് പ്രദർശനമുണ്ടാകുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ചു. എടമുട്ടത്തെ പൂട്ടിക്കിടക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ചില്ലുവാതിൽ പൊളിച്ച് മോഷണ ശ്രമം, യുവാവ് അറസ്റ്റിൽ. ഗുരുവായൂർ കോട്ടപ്പടി മേഖലയിൽ ദിവസങ്ങളായി നാട്ടുകാരെ വീതിയിലാഴ്ത്തിയ പേവിഷബാധ ലക്ഷണമുള്ള തെരുവുനായയെ പിടികൂടി. ചേലക്കര മേപ്പാടത്ത് അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിയ കുട്ടികളെ ഫയർഫോഴ്സ് എത്തി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.